അപ്പോൾ നമ്മുടെ ഗെയിൽ പദ്ധതി അതിനെക്കുറിച്ചാണ് ഇടവേളയ്ക്ക് മുമ്പ് തൊട്ടു മുമ്പ് പറഞ്ഞത്. ഒരിക്കലും നടപ്പാകില്ല എന്ന് പലരും പറഞ്ഞ ഒരു പദ്ധതിയാണത്. കേന്ദ്രം തന്നെ ഏതാണ്ട് ഉപേക്ഷിക്കുന്ന നിലയിലായ ആ പദ്ധതി തിരിച്ചു കൊണ്ടുവന്നതും അത് നടപ്പാക്കുന്ന ഘട്ടത്തിലെത്തിയതും ഈ വളരെ ചില പ്രത്യേക സ്ഥലങ്ങളിൽ ജനസാന്ദ്രത കൂടിയ സ്ഥലങ്ങളിൽ ഈ സ്ഥലം ഏറ്റെടുപ്പായിരുന്നു അതിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അതുൾപ്പെടെ മറികടന്ന് അത് എങ്ങനെ യാഥാർത്ഥ്യമാക്കി, എന്താണ് അതുകൊണ്ട് ഉണ്ടാകാൻ പോകുന്ന ഗുണങ്ങൾ എന്നൊക്കെ വിശദീകരിക്കുകയാണ് ആരാണ് വീണ, ഗെയിൽ മാർക്കറ്റിംഗ് ഡയറക്ടർ രംഗനാഥൻ. സംസ്ഥാനത്തിന്റെ സ്വപ്ന പദ്ധതിയായ ഗെയിൽ പൈപ്പ് ലൈൻ പ്രധാനമന്ത്രി രാഷ്ട്രത്തിന് സമർപ്പിക്കുകയാണ്. ഗെയിൽ പദ്ധതിയുടെ മാർക്കറ്റിംഗ് ഡയറക്ടറായ ES രംഗനാഥൻ മനോരമ ന്യൂസിനൊപ്പം ചേരുന്നു. ശ്രീ രംഗനാഥൻ, ഇപ്പോ ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ ഇത്ര ബൃഹത്തായ പദ്ധതി ഇത് ജനങ്ങൾക്ക് എങ്ങനെ വളരെ ലളിതമായി ഒന്ന് പറഞ്ഞു കൊടുക്കാം, എന്താണ് ഗെയിൽ എന്ന്? ഈ പദ്ധതിയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് 450 കിലോമീറ്റർ പൈപ്പ് ലൈൻ ആണ്. ഇവിടെ എറണാകുളം ജില്ലയിലെ ഏലൂരിൽ നിന്ന് കാസർഗോഡ് വരെ, കാസർഗോഡും കഴിഞ്ഞ് മംഗലാപുരം വരെ കേരളത്തിലെ 7 ജില്ലകളിൽ കൂടെ കടന്നു പോകുന്ന ഈ പൈപ്പ് ലൈൻ ഗ്യാസ് ഈ 7 ജില്ലകളിലും എത്തിക്കാനുള്ള ഏർപ്പാടുണ്ട്. ഈ ജില്ലകളിലെല്ലാം സിറ്റി ഗ്യാസ് പദ്ധതി PNGRB ഓതറൈസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരുടെ പൈപ്പ് ലൈൻ ഇടലും CNG സ്റ്റേഷൻ ഉണ്ടാക്കലും ഉള്ള അതിനാവശ്യമായ ഗ്യാസ് ഈ പൈപ്പ് ലൈനിൽ നിന്ന് ലഭിക്കും. ഇത് വീടുകൾക്ക് പുറമേയും ഇതിന്റെ ഉപയോഗങ്ങൾ വർദ്ധിക്കുന്നതാണോ? അതെ, സിറ്റി ഗ്യാസ് പദ്ധതി എന്ന് പറഞ്ഞാൽ 3 തരമാണ് ഗ്യാസ്. ഒന്ന്, വാഹനങ്ങൾക്ക് CNG കൊടുക്കുക എന്നുള്ളത്. രണ്ടാമത്തത് പൈപ്പ് മൂലം ഗാർഹിക ആവശ്യത്തിന് ഗ്യാസ് കൊടുക്കുക. മൂന്നാമത്തത് ഇൻഡസ്ട്രിയും കമേഴ്സ്യൽ, അതായത് ഹോട്ടൽ, റെസ്റ്റോറന്റ്, ഇവർക്കും പൈപ്പ് മൂലം ഗ്യാസ് കൊടുക്കുന്നത്. മറ്റ് ജില്ലകളിലേക്കൊക്കെ എത്ര സമയത്തിനുള്ളിൽ ചെയ്തു തീർക്കാൻ പറ്റുന്നതാണ് ഗെയിലിനും പ്രതീക്ഷിക്കുന്നത്? ഈ ഓതറൈസേഷന്റെ റൂൾ പ്രകാരം ഇവർക്ക് 8 വർഷത്തിലൊരു മിനിമം വർക്ക് പ്രോഗ്രാം നടപ്പാക്കണം. സോ അതിലേക്കായിട്ട് ഈ ഏജൻസികളെല്ലാവരും വർക്ക് ചെയ്യുന്നുണ്ട്. സോ 5 വർഷം മുതൽ 8 വർഷത്തിനിടയ്ക്ക് 10-20% വീടുകളിലേക്ക് ഗ്യാസ് എത്തിക്കാൻ സാധിക്കുമെന്ന് ഗെയിൽ വിശ്വസിക്കുന്നു. സേഫ്റ്റിയെ കുറിച്ച് എത്ര ഉറപ്പ് നൽകാൻ പറ്റും ഇത് പോകുന്ന വഴികളിൽ താമസിക്കുന്ന ആളുകൾക്കെങ്കിലും? 2 തരത്തിലാണ്. ഈ പൈപ്പ് ലൈനൊക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് സുരക്ഷയെ മുൻകരുത്തിക്കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഈ പൈപ്പ് ലൈനിലെ എന്ന് പറഞ്ഞാൽ ഒരു ലീക്കോ ഒരു ആക്സിഡന്റോ ഉണ്ടാവാനുള്ള സാധ്യതയില്ല. പിന്നെ ഉള്ളത് മറ്റ് ഇന്ധനങ്ങളെ കുറിച്ച് കമ്പയർ ചെയ്യുമ്പോൾ നാച്ചുറൽ ഗ്യാസ് എന്ന് പറയുന്നത് അതൊരു വളരെ സേഫായ ഒരു ഇന്ധനമാണ്. കാരണം ഇത് വായുവിനേക്കാൾ ലഘുവായതുകൊണ്ട് ലീക്കായാൽ ഉടനെ മുകളിലേക്ക് പോകും. 5 മീറ്ററിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ അതങ്ങ് പരന്നു പോകും. അത് കഴിഞ്ഞ് ഇതിൻ്റെ ഒരു ജ്വലനശീലത എന്ന് പറഞ്ഞാൽ 5% മുതൽ 15% മുതൽ ലോവർ എക്സ്പ്ലോസീവ് ലിമിറ്റാണ്. അപ്പോൾ ഓക്സിജൻ കൂടുതലായാലും ഇത് ജ്വലിക്കില്ല, ഓക്സിജൻ കുറഞ്ഞാലും ജ്വലിക്കില്ല. അപ്പോൾ ഒരു ചെറിയ വിൻഡോയേ ഉള്ളൂ ഇതിൽ ജ്വലിക്കാനായിട്ട്. സോ രണ്ടും കൂടെ നോക്കുമ്പോൾ മറ്റു ഇന്ധനങ്ങളെ അപേക്ഷിച്ച് ഇത് വളരെ സേഫാണ്. താങ്ക് യു സർ. ഗെയിൽ പദ്ധതി ഇപ്പോൾ അവസാന ഘട്ടത്തിലാണ്. ഇത് നാളെ ഉദ്ഘാടനം ചെയ്യുകയാണ്. എന്തായാലും അതിന്റെ എല്ലാ സുരക്ഷാ മാനദണ്ഡങ്ങളെ കുറിച്ചും അത് ജനങ്ങൾക്ക് എത്ര മാത്രം ഉപകാരപ്രദമാവുമെന്നതാണ് ES രംഗനാഥൻ വിശദീകരിച്ചത്. എല്ലാവിധ ആശംസകളും. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ ഷിബു സിയലിനൊപ്പം ജെവിൻ ടുട്ടു, മനോരമ ന്യൂസ്.